ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ PV അൻവർ MLA മൊഴിയെടുക്കും. തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് PV അൻവർ MLA അറിയിച്ചു. അരുൺ അമൃത നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഗുരുതരമായ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ 2 ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിച്ചത്. കൊലപാതകം, കസ്റ്റംസ്, സ്വർണ്ണക്കടത്ത്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആരോപണങ്ങളുണ്ട്. അതിലെ തെളിവുകൾ ഇന്ന് കൈമാറുമോ? ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ ADGP RSS കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണെന്നാണ് അൻവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ നേരിട്ട് തന്നെ ഇപ്പോൾ കടന്നാക്രമിച്ചിരിക്കുകയാണ് അൻവർ. അതായത് ADGPയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒത്തുകളിയാണ് പ്രതിപക്ഷ നേതാവും ADGP MR അജിത് കുമാറും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായാണ്. പ്രതിപക്ഷ നേതാവിനുള്ള RSS ബന്ധമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആണ് ഈ ഒരു കൂടിയാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ള കാര്യം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ മൊഴി നൽകാനായി എത്തിയതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. ഒപ്പം തന്നെ പൊന്നാനിയിലെ ഇന്നലത്തെ പീഡന പരാതിയിലും പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കോളിളക്കം ഉണ്ടാക്കിയ ഈ അൻവറിന്റെ ഈ ആരോപണങ്ങൾ, അതിന് പിന്നാലെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തൃശൂർ റേഞ്ച് DIG ആയ തോംസൺ ജോസാണ് ഇപ്പോൾ അൻവറിന്റെ മൊഴിയെടുക്കാനായി എത്തിയിരിക്കുന്നത്. ഈ അൻവറിന്റെ ആരോപണങ്ങളുടെ തുടക്കം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയായിരുന്നു. അതിനു പിന്നാലെ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ പുറത്തേക്ക് വിടുന്നു. ഒരു ദാവൂദ് ഇബ്രാഹിം അധോലോകം മോഡലായി ADGP പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും ഉൾപ്പെടെ ഫോൺ കോളുകൾ ചോർത്തുന്നു. ഈ സുജിത് ദാസിനും ADGPയുമായുള്ള സ്വർണ്ണ കള്ളക്കടത്ത് ബന്ധം, ADGPയുടെ സാമ്പത്തിക സ്രോതസ്, കവടിയാറിൽ നിർമ്മിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ, എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതകം, ഇത് തുടങ്ങിയ 15 കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ DIG മൊഴിയെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഉത്തരവിട്ട അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DIG എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ 2 കാര്യത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശനവും ഉന്നയിച്ചിരുന്നു. അതായത് എന്തായാലും അതിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രാഥമികമായ ഘട്ടത്തിൽ, അതായത് തെളിവുകൾ ശേഖരിക്കുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. തെളിവുകൾ കൈമാറും എന്ന് തന്നെയാണ് PV അൻവർ MLA അറിയിച്ചിരിക്കുന്നത്.